അങ്കാര. നോവൽ KR വിശ്വനാഥൻ. റെഡ് ബൈ വിമൽ നാരായണൻ. ഭാഗം 1. മഴ. മഴയോടു മഴ. പെരുമഴ. മരങ്ങളും മലകളും മഴയിൽ മറഞ്ഞു. മഴ മാത്രമേ കാണാനുള്ളൂ. തുള്ളിത്തുള്ളിയായി അല്ല പെയ്യുന്നത്. വെള്ളത്തിന്റെ തിരശീലകളാണ് താഴേക്കിറങ്ങി വരുന്നത്. മഴ തീർത്ത തിരശീല. അത് കാഴ്ചകളെ മറച്ചു. പുഴ നിറഞ്ഞു കവിഞ്ഞു. കരയിലേക്ക് വെള്ളം തിരയടിച്ച് കയറി വരികയാണ്. മലമറിഞ്ഞു വരുന്ന വെള്ളത്തിലൂടെ പാറക്കൂട്ടങ്ങൾ ബഹളം കൂട്ടി ഒഴുകിപ്പോകുന്നു. എവിടെയോ മലകൾ ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു. പുഴ നിറഞ്ഞ് വെള്ളം മാളത്തിലേക്ക് പ്രവഹിച്ചു. മാളം വെള്ളം കൊണ്ട് നിറഞ്ഞു. മാളത്തിൽ സുഖമായി ഉറങ്ങുകയായിരുന്ന കുറുക്കന് ശ്വാസം മുട്ടി. ഒരിറ്റു വായുവിനായി അവൻ കൈകാലുകളിട്ടടിച്ചു. അങ്ങനെയാണ് ചാമരൻ കുറുക്കൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത്. അടുത്തു കിടന്നു മയങ്ങുകയായിരുന്ന കുറുക്കത്തിക്കും കുറുക്കന്റെ ബഹളം വയ്ക്കലിൽ ഉറക്കം നഷ്ടപ്പെട്ടു. കുറുക്കത്തി ചോദിച്ചു, എന്തു സ്വപ്നമാ കണ്ടത്? വെള്ളത്തിൽ മുങ്ങിയ പോലെ വിയർത്തിരുന്ന ചാമരൻ കുറുക്കൻ പറഞ്ഞു, മഴയായിരുന്നു, പെരുമഴ. നമ്മുടെ മാളം വെള്ളം കൊണ്ട് നിറഞ്ഞ് ഞാനും നീയും മക്കളുമെല്ലാം വെള്ളത്തിൽ ശ്വാസം മുട്ടി കൈകാലിട്ടടിച്ച്. ഓ! കുറുക്കത്തി ചാടി എഴുന്നേറ്റ് 4 വശത്തേക്കും തൊഴുതുകൊണ്ട് പറഞ്ഞു, ദൈവങ്ങളായ ദൈവങ്ങളെ, കാട്ടുദൈവങ്ങളെ, ആ സ്വപ്നം നടക്കാതെ പോകട്ടെ, നടക്കാതെ പോകട്ടെ. വിയർപ്പിൽ കുളിച്ചിരുന്ന ചാമരനും പറഞ്ഞു, ആ സ്വപ്നം നടക്കാതെ പോകട്ടെ. കുറച്ചു നാളുകളായി ചാമരൻ കുറുക്കൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം കടുകുട വ്യത്യാസമില്ലാതെ സംഭവിക്കാറുണ്ടായിരുന്നു. കോഴി പിടിക്കാൻ പോയി കോഴിക്കൂട്ടിൽ പെട്ടത്, തല കോഴിക്കൂടിന്റെ അഴിക്കുള്ളിൽ പെട്ടത്, കോഴി ഫാമിൽ കോഴി പിടിക്കാൻ ചെന്നപ്പോൾ ഷോക്കടിച്ചത്, ഇതെല്ലാം സ്വപ്നത്തിൽ ചാമരൻ കണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് മാളത്തിൽ വെള്ളം കേറിയ സ്വപ്നം കണ്ടപ്പോൾ ചാമരനും കുറുക്കത്തിയും പരിഭ്രമിച്ചത്. നിങ്ങൾ മഴയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ? കുറുക്കത്തി ചോദിച്ചു. ചാമരൻ കുറുക്കൻ തലയാട്ടി. എപ്പോൾ? അല്ലെങ്കിൽ എന്തിനാണ് ഒരു കുറുക്കൻ മഴയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഉവ്വ്, ചാമരൻ പറഞ്ഞു. നാട്ടിലാകെ വെള്ളം വറ്റിയിരിക്കുന്നു. ഏതു നേരവും ചൂടു പെയ്യുകയാണ്. എല്ലാവരും മഴയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. കോഴികൾക്ക് പോലും ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതായിരിക്കുന്നു. രാത്രിയിൽ ആരും വീട്ടിനുള്ളിൽ കിടന്നുറങ്ങാറില്ല. എല്ലാവരും ചൂട് കാരണം പുറത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് കോഴിപ്പിടുത്തം നടക്കുന്നില്ല. കോഴിയൊന്നു കുറുകുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിയുണരും. ഞൊടിയിടയിൽ കോഴിക്കൂടിനടുത്തെത്തും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മഴ പെയ്യണേ, മഴ പെയ്യണേ എന്ന്. ഓ, അതായിരിക്കാം കാര്യം, കുറുക്കത്തി സമാധാനിച്ചു. പക്ഷേ കുറുക്കനൊരു സമാധാനവും തോന്നിയില്ല. സ്വപ്നത്തിന്റെ അവസാനത്തെക്കുറിച്ചോർത്താണ് കുറുക്കൻ ഭയപ്പെട്ടത്. വെള്ളമൊഴിഞ്ഞപ്പോൾ ഒരു ജീവി കരയിലേക്ക് കയറി വന്നു. മേലാകെ ചെളി പുതഞ്ഞിരുന്നതിനാൽ അത് ഏത് ജീവിയെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് കുട്ടിക്കുറുക്കനും കുഞ്ഞിക്കുറുക്കനുമൊപ്പം കളിക്കാനും തുടങ്ങി. ആ സ്വപ്നം കുറുക്കനെ വല്ലാതെ ഭയപ്പെടുത്തി. കുറ്റിക്കാട്ടിലും തൊട്ടടുത്ത പുല്ലാനിക്കാട്ടിലും കുറുക്കന്മാർ ധാരാളമുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും നാട്ടിലേക്ക് കോഴി പിടിക്കാൻ പോകുന്നത് ചാമരൻ കുറുക്കൻ മാത്രമാണ്. നാട്ടിൽ പോയി നായകളോടും ആളുകളോടും പടവെട്ടി ആമത്താഴിട്ട് പൂട്ടിയ പൂട്ട് തകർത്ത് കോഴിയേയും കൊണ്ട് പുഴ കടന്ന് ഇക്കരെ എത്തണമെങ്കിൽ ഇത്തിരിയൊന്നും പോരെ ധൈര്യം. ഇക്കാലത്ത് ചെറുപ്പക്കാർക്ക് അതിനുള്ള ധൈര്യവുമില്ല. കുറച്ച് കഷ്ടപ്പെടാൻ മനസ്സുമില്ല. ഞണ്ടും ഞവണിങ്ങിയും തിരിഞ്ഞ് തോട്ടിൻകരയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇനിയും കോഴി കൂടിയേ തീരൂ എന്നുണ്ടെങ്കിൽ പാത്തും പതുങ്ങിയും കോഴി വേസ്റ്റ് തട്ടുന്നിടത്ത് ചെന്ന് കൊക്കും പണ്ടവും കാലുകളുമായി തിരിച്ചുപോരും. ചെറുപ്പക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ കോഴികൾ നന്നേ കുറവ്. കോഴികളെയൊക്കെ കോഴി ഫാമിലാക്കി. 1-2 മാസം മുമ്പ് കോഴി ഫാമിൽ കോഴി പിടിക്കാൻ പോയി. Sample complete. Ready to continue?